മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഭാഗം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. In India, the payment is so easy. You only have to scan a QR code. It's everywhere. You can do it on a temple, you can do it in a bazaar, or you can pay in a taxi. നിങ്ങൾ കണ്ടില്ലേ, ഒരു ജർമ്മനാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഇന്ത്യയിൽ പണമടയ്ക്കൽ, പണമിടപാട് നടത്തൽ വളരെ എളുപ്പമാണ്. ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി. അത് ബസാറിലായാലും ടാക്സിയിലായാലും എവിടെയായാലും ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി എന്ന് ഒരു ജർമ്മൻ. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് സ്വന്തം രാജ്യത്തിന്റെ മഹത്വം എന്താണെന്ന് പോലും അറിയാതെ, ജപ്പാനിൽ അതുണ്ട്, ചൈനയിൽ അതുണ്ട്, അവിടെ അപ്പുറത്തുണ്ട്, ഇറാനിൽ പോലും എന്തോ ഉണ്ട് എന്ന് പറയുന്ന ആളുകളാ. ഇവരൊക്കെ കണ്ണും കാതും തുറന്ന് കേൾക്കേണ്ട ഒരു വീഡിയോ. ഒരു ജർമ്മൻ നമ്മുടെ രാജ്യത്തെത്തിയിട്ട് പറയാ, പണമിടപാട് നടത്തൽ ഇന്ത്യയിൽ വളരെ എളുപ്പമാണ്. ഈ ജർമ്മനി എന്നൊക്കെ പറയുന്നത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വലിയ മുൻപന്തിയിലാണ് എന്നൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ രാജ്യം ലോകത്ത് തന്നെ ഈ UPI ഇടപാട്, ഈ പണമിടപാടൊക്കെ നമ്മുടെ രാജ്യമാണ് നമ്പർ 1. അമേരിക്കയും ജപ്പാനും ജർമ്മനിയും ഇത്തരമുള്ളൊരു ലോകത്തെ നമ്മുടെ രാജ്യമാണ് നമ്പർ 1. അങ്ങനെ വെറുതെ ഒന്നും എത്തിയതല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് നരേന്ദ്രമോദി രാജ്യത്തെ ജനതയോട് പ്രഖ്യാപിച്ച സമയത്തെ സഭയിൽ നിന്ന് അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പി ചിദംബരം സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. Go to your village fair, buy potatoes and tomatoes and pay 7 rupees 50 paisa by a credit card. What will the poor lady do? Does she have a POS machine there? Is it connected to a electricity source? Is there Wi-Fi there? Is the internet working there? നിങ്ങൾ കേട്ടില്ലേ, ഈ പി ചിദംബരത്തിന്റെ അന്നത്തെ പ്രസംഗത്തില് രാജ്യത്തെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ഒരു ഉളുപ്പില്ലാതെ അങ്ങ് കൈയടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരും പി ചിദംബരത്തിന് കൈയടിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസംഗിച്ച പി ചിദംബരം ഉൾപ്പെടെയുള്ള രാജ്യത്തെ സകല കോൺഗ്രസ്സുകാരുൾപ്പെടെ രാജ്യത്തെ സകല ജനതയും അന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചതുപോലെയുള്ള, അന്ന് നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞിട്ടുള്ള ആ ഒരു വികസനമാണ് ഇന്ന് രാജ്യത്തെ സകല ജനതയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ സമയത്തെ ഈ പി ചിദംബരം സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഒരു ഗ്രാമത്തില് ഒരു ചെറിയ കടയിൽ പോയിട്ട് തക്കാളിയോ ഉരുളക്കിഴങ്ങോ വാങ്ങുന്ന സമയത്ത് അതിന് പണമായിട്ട് 7 രൂപ 50 പൈസ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കും? അവിടെ എങ്ങനെ ക്യാഷ് ഇല്ലാതെ ഈ പറയുന്ന ഡിജിറ്റൽ ഇടപാട് നടക്കോ? ഏത് രീതിയിൽ അവിടെ വൈഫൈ ഉണ്ടോ, POS മെഷീൻ ഉണ്ടോ? എടുത്തെടുത്ത് ചോദിക്കുക. അവിടെ വൈഫൈ ഉണ്ടോ, ഇന്റർനെറ്റ് ഉണ്ടോ, എണ്ണി ചോദിക്കുക. അന്ന് ഇത് കോൺഗ്രസിന്റെ സകല ആളുകൾക്ക് വലിയ സംഭവമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ഡിജിറ്റൽ പേയ്മെന്റ് കൃത്യമായിട്ട് രാജ്യത്ത് നടപ്പിലാക്കും. അത് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ അടിയുറച്ച പ്രഖ്യാപനമായിരുന്നു. ലോകം തന്നെ അമ്പരന്ന് നോക്കുകയും ചെയ്തു. കാരണം എന്താ? നരേന്ദ്രമോദി ഇത് 2014 എത്തിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്തായിരുന്നു? കോൺഗ്രസ് എക്കോലത്തിലേക്കായിരുന്നു ഈ എത്തിച്ചിരുന്നത്. രാജ്യത്ത് 3/4 ജനതയ്ക്ക് ബാങ്ക് അക്കൗണ്ട് പോലില്ല. ആ സമയത്താ നരേന്ദ്രമോദി ഇത് പറയുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് രാജ്യത്ത്, ക്യാഷ്ലെസ് ഇടപാടുകൾ രാജ്യത്ത് നടക്കാൻ പോവാ എന്ന് ആരെങ്കിലും ഈ പറയുന്ന ഈ മൊണ്ണകൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? ഈ പറയുന്ന പ്രതിപക്ഷത്തെ അന്നത്തെ കോൺഗ്രസ്, അന്നത്തെ എന്നില്ല എന്നത്തെ കോൺഗ്രസിന് ഒരു ബുദ്ധിയില്ല. ഇന്നും നരേന്ദ്രമോദി എന്തെങ്കിലും ഒന്ന് പ്രഖ്യാപിച്ചാൽ 50 കൊല്ലം കഴിയണം അതെന്താണെന്ന് മനസ്സിലാക്കാനേ. നരേന്ദ്രമോദി അന്ന് പ്രഖ്യാപിച്ചു. എങ്ങനെ ഇത് നടപ്പിലാക്കി? കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുത്തു. സൗജന്യമായിട്ട് അങ്ങ് കൊടുക്കുമ്പോഴേക്ക് രാജ്യത്തെ സകല ജനങ്ങൾ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് അങ്ങ് എടുക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടല്ലോ? എടുത്തിട്ടില്ല. വലിയ സൗജന്യങ്ങൾ പോലും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ട് പ്രത്യേകിച്ച് ഒരനക്കവും സംഭവിച്ചില്ല. ചെറിയ രീതിയിൽ
ബാങ്ക് ഈ സകല അക്കൗണ്ടുകൾ സൗജന്യമായിട്ട്, ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്ത ഏതൊരാൾക്കും സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടും പ്രത്യേകിച്ച് എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നീടാണ് കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം സാധാരണക്കാരി എന്നില്ല എല്ലാ മേഖലയിലും ബാങ്ക് അക്കൗണ്ടുകൾ എത്തിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പണം എത്തുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും രാജ്യത്തെ സാധാരണക്കാർ ഉൾപ്പെടെ സകലരും ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു. സകല ആളുകളും 90% ആളുകൾ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു. സകല പദ്ധതികളുടെയും പണം കൊടുക്കുക, PM കിസാൻ പോലെയുള്ള പദ്ധതികളുടെ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. രാജ്യത്ത് 90% ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടായി. അതിനുശേഷം 140 കോടിയിലധികം ജനങ്ങളുള്ള ഈ രാജ്യത്തെ UPI ഇടപാട് നടത്തുക. ഒരു നമ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ രാജ്യം മൊത്തമുള്ള പണമിടപാടങ്ങ് നിശ്ചലമാവും. ഒരു തവണ പോലും ഒരു പ്രതിസന്ധിയുമില്ലാതെ വ്യക്തമായിട്ട് UPI സംവിധാനം നമ്മുടെ രാജ്യത്തുടനീളം നടപ്പിലാക്കിയില്ലേ? ഇന്ന് ഏത് തട്ടുകടയിൽ, ഏത് പച്ചക്കറി കടയിൽ, എവിടെയാണ് ഇന്ന് UPI സംവിധാനം ഇല്ലാത്തത്? ഈ ഗൂഗിൾ പേ, ഫോൺ പേ ഇങ്ങനെ പറയുന്ന സകല പേയ്മെന്റുകളും ഈ UPI സംവിധാനം ലോകത്തിന് നരേന്ദ്രമോദി നമ്മുടെ ഭാരതം സംഭാവന ചെയ്തതാ. ഇന്ന് ഗൾഫ് രാജ്യങ്ങള്, ഫ്രാൻസ്, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ UPI കണ്ടിട്ടാ അതാണ് അവര് സ്വീകരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു സംഭാവനകളിൽ ഒന്നാ ഈ UPI എന്ന് പറയുന്നത്. ഇതൊന്നും വെറുതെ ഈ രാജ്യത്തങ്ങ് സംഭവിച്ചൊന്നല്ല. 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഫോൺ നമ്പർ പോലും വെച്ചിട്ട്, അതേപോലെ തന്നെ ഈ QR കോഡൊക്കെ വെച്ചിട്ട് അത് സ്കാൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതൊക്കെ ഇടപാടുകൾ നടക്കുന്നത്. അത് ചില്ലറ അധ്വാനമൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ, ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത്. ലോകം ഇന്നും അത്ഭുതത്തോടു കൂടിയ UPI സംവിധാനത്തെ ലോകത്തേക്ക് നോക്കുന്നത്. ലോകം മൊത്തം നമ്മുടെ രാജ്യത്തേക്ക് നോക്കുന്നത്. ലോകം മൊത്തം അത്ഭുതത്തോടെ നോക്കിയ ഒരു ജർമ്മൻകാരനൊന്നല്ല, ലോകത്തേതു മനുഷ്യനും ഏത് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ രാജ്യത്തെ വ്യക്തിയും നമ്മുടെ രാജ്യത്തെത്തുമ്പോ അത്ഭുതത്തോടു കൂടി ലോകത്തോട് വിളിച്ചറിയാ, ഇതെത്ര സുന്ദരമാണ് ഇന്ത്യയിൽ പണമിടപാട് നടത്തി. ഇതിന്ന് ലോകത്ത് മറ്റു സ്ഥലങ്ങളിലില്ല. ഇത് നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കടം കൊണ്ടാ. ഇത്രത്തോളം ഇനി ഒരു കാര്യം ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരോടും പറയാനുള്ളത്, ഒരു വിദേശി പോലും വന്നിട്ട് ഇതുപോലെയൊക്കെ വിളിച്ചു പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ മികവ് നിങ്ങളൊക്കെ അംഗീകരിക്കണോ? ഈ മോദിയെ കുറ്റം പറയുന്ന ആളുകളുടെ ഫോൺ എടുത്തു നോക്കിയാൽ ഓരോരുത്തരുടെ കയ്യിലുണ്ടാവും ഒന്ന് ഗൂഗിൾ പേ, അല്ലെ ഫോൺ പേ, അല്ലെങ്കിൽ Paytm. ഇങ്ങനെ പല UPI സംവിധാനങ്ങളും ഉപയോഗിക്കാത്ത ഒരാള് പോലും നമ്മുടെ രാജ്യത്തിന്നില്ല. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മോദിയെ കുറ്റം പറയുന്ന ഓരോരുത്തരുടെയും ഫോണില് മോദി രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള UPI സംവിധാനത്തിന്റെ സകല സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ മുന്നോട്ട് വന്നത്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു പുണ്യമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.